നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഷോപ്പിഫൈ സ്റ്റോറിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ഷോപ്പിഫൈൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് നമുക്ക് നമ്മുടെ iOSലും ആൻഡ്രോയിഡിലൊക്കെ അവൈലബിൾ ആണ്. സോ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഹോം വിൻഡോയിലായിരിക്കും ഫസ്റ്റ് വരിക. അതിൽ നിന്ന് നമ്മൾ താഴത്തെ ടാഗിൽ മൂന്നാമത്തെ ഓപ്ഷനുള്ള ടാഗിൽ ക്ലിക്ക് ചെയ്യാം. ടാഗിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു പ്രൊഡക്ട്സിൻ്റെ സെറ്റപ്പാണ് കംപ്ലീറ്റ് ആവുള്ളത്. നമ്മുടെ ഓൾ പ്രൊഡക്ട്സും കാര്യങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഓൾ പ്രൊഡക്ട്സ് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്, ഇൻവെൻട്രി ഉണ്ട്. അതിൽ രണ്ടാമത്തെ ടാബിൽ കളക്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗിഫ്റ്റിംഗ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ഗിഫ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു അതിൻ്റെ ടൈറ്റിൽ കൊടുത്തു. അതിനുള്ള ഒരു ഇമേജ് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ ലോഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു ഇമേജ് ലോഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിം എന്തെങ്കിലും നല്ലൊരു ഫോട്ടോ ഫ്രെയിം. ഈ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിഫൈൻ്റെ വെബ്സൈറ്റിൽ നിന്ന് AI വെച്ച് ജനറേറ്റ് ചെയ്ത ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സേവ് അടിക്കുക. ഇപ്പോൾ നമ്മളൊരു കാറ്റഗറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കാറ്റഗറീൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. അവിടെ ഏറ്റവും അടിയിൽ ടാബിൽ കാണാം ആഡ് പ്രൊഡക്ട്സ് എന്ന്. അവിടെ നിന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിവിടെ ജസ്റ്റ് വന്നിട്ട് സേവ് അടിക്കാം. ഇപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി എന്നും പറയും അതിന്. സോ നമ്മൾ ഇനി ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ അടുത്ത ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറയാണ് ഫോട്ടോ ഫ്രെയിം 12 ഇഞ്ച് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യണം. ആഡ് ക്ലിക്ക് ചെയ്തു, ലോഡ് ചെയ്തു. ഇപ്പോൾ 2 ഫോട്ടോ ഞാൻ അതിൻ്റെ അപ്ലോഡിങ് നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ പറയാം ഫോട്ടോ ഫ്രെയിം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാനുവലായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു അടിപൊളി ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ചെറിയൊരു കളറിൽ ഫസ്റ്റിലൊരു ഓപ്ഷൻ അടിയിൽ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് AI വെച്ചിട്ട് തന്നെ ഇത് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഫോട്ടോ ഫ്രെയിം ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ കൂടെ കീവേഡ്സ് ആഡ് ചെയ്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. സോ അതിന് ശേഷം ജനറേറ്റ് ടെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ AI തന്നെ ആ ഒരു പ്രൊഡക്റ്റിന് പറ്റുന്ന രീതിയിലൊരു ഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കീപ്പിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനായി സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈസാണ്. ഇപ്പോൾ പ്രൈസ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇത് വിൽക്കുന്നത് ഒരു 350 രൂപയ്ക്കാണ്. കമ്പയർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഓൺലൈൻ നമ്മൾ കാണിക്കുന്ന ഒരു 800 രൂപയായിരിക്കും. 800 രൂപ വെട്ടിയിട്ട് 350 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൻ്റെ മാർജിൻ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരു 100 രൂപയാണ് കോസ്റ്റ് വരുന്നതെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ മാർജിൻ ഇത്ര, പ്രോഫിറ്റ് ഇത്രയെന്ന് പറഞ്ഞ് വരും. അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അത് വേണമെന്നില്ല. ഈ കമ്പയർ പ്രൈസും അത് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പ്രൈസ് കണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 800 രൂപേൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ 350 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതിന് ശേഷം താഴേക്ക് വരിക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൽ വേരിയൻറ്റുകളൊക്കെ ഉണ്ട്, കളർ വേരിയൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാം. അതിന് താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇൻവെൻട്രിയാണ് മെയിനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഇൻവെൻട്രി ഇവിടെ കൂട്ടാം. അത് നിങ്ങൾക്ക് അല്ലാണ്ട് മാനുവലായിട്ട് ഇവിടുന്ന് ഒരു ഇൻവെൻട്രി ആഡ് ചെയ്യാനും പറ്റും. അതിന് ശേഷം പിന്നെ വരേണ്ടത് താഴേക്കാണ്. താഴെ പിന്നെ നിങ്ങൾക്ക് ഏത് കളക്ഷനിലേക്കാണിത് പോവേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ കളക്ഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞ കളക്ഷൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സേവ് ചെയ്തു. അപ്പോൾ ഇത് കളക്ഷൻ്റെ ഉള്ളിലായി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് ഐറ്റംസ് ഏത് ഒരു കളക്ഷൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് പ്രൊഡക്ട്സ് ലോഡ് ചെയ്യാം. വേറെ ഒന്നും ഇതിൽ ചെയ്യാനൊന്നുമില്ല. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ സേവ് ചെയ്യാം. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ആക്റ്റീവ് ആണ്. ഇനി നമ്മൾ ഇപ്പോൾ പ്രോസസ്സിങ് ടൈമിലാണ്. കുറച്ച് സമയം കൊണ്ട് അത് പ്രോസസ്സാവും. ഓക്കെ, ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ആക്റ്റീവിലാണുള്ളത്. ഇനി ഞാൻ ബാക്ക് പോയിട്ട് ഇവിടെ കളക്ഷൻസിൽ വന്നു. ദെൻ ഗിഫ്റ്റ് ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഈ അടിയിൽ കാണാം. കണ്ടോ, 100 ഇൻവെൻട്രീസ് നമ്മുടെ കയ്യിലുണ്ട്, അടിയിൽ കാണാം. ഇങ്ങനെയാണ് നമ്മൾ ഷോപ്പിഫൈ സ്റ്റോറിലേക്ക് പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ കളക്ഷൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഇവൻ ഇനി നിങ്ങൾക്കൊരു ഇൻവെൻട്രി മാറ്റണമെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് ഇൻവെൻട്രിയിൽ വന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണോ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫോട്ടോ ഫ്രെയിം എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫ്രെയിം അടിക്കുകയാണ്. അപ്പോൾ കണ്ടോ എൻ്റെ ഇൻവെൻട്രി വന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇൻവെൻട്രി എത്ര വേണമെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും. അപ്പോൾ ഇൻവെൻട്രി 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ കാണിക്കുന്നത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഷോപ്പിഫൈ സ്റ്റോറിൽ കാണിക്കും.
ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്.